അമേരിക്കയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അമേരിക്കയിലെ സ്റ്റുഡന്റ് വിസ നിയമങ്ങളിൽ വന്ന പുതിയ മാറ്റങ്ങളെ തുടർന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന F1 സ്റ്റുഡന്റ് വിസകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ അമേരിക്കയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ വിദ്യാർത്ഥികളെയും ഇപ്പോൾ അവിടെ പഠിക്കുന്നവരെയും ഒരുപോലെ ബാധിച്ചേക്കാം. അതുകൊണ്ട് ഈ വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള പ്രധാന അഡ്മിഷൻ സീസണിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച F1 വിസകളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 62% കുറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളിൽ ഏറ്റവും വലിയ വിഭാഗം ഇന്ത്യക്കാരാണ്. എന്നിട്ടും ഇത്ര വലിയ കുറവ് ഉണ്ടായത് വിദ്യാർത്ഥികളെയും സർവകലാശാലകളെയും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിന് പിന്നിൽ എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. ആദ്യം, സ്റ്റുഡന്റ് വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്ന നടപടികളാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. അതിനാൽ വിസ അപേക്ഷകൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. രണ്ടാമതായി, പഠനവുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങളിലും പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പഠനം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമായാൽ പഴയതുപോലെ എളുപ്പത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം ചില വിദ്യാർത്ഥികൾക്ക് ഉണ്ടായേക്കാം. അതിനാൽ ആവശ്യമായ രേഖകൾ സമയത്തിന് മുൻപ് തയ്യാറാക്കുന്നത് വളരെ പ്രധാനമാണ്. മൂന്നാമതായി, കോഴ്സ് മാറ്റം, യൂണിവേഴ്സിറ്റി മാറ്റം തുടങ്ങിയ കാര്യങ്ങളിലും ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയോടെയാണ് അധികൃതർ അപേക്ഷകൾ പരിശോധിക്കുന്നത്. അതിനാൽ പഠനം ആരംഭിച്ച ശേഷം ഏതെങ്കിലും മാറ്റങ്ങൾ ആലോചിക്കുന്നവർ ആദ്യം സർവകലാശാലകളിലെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഓഫീസിന്റെ നിർദ്ദേശം തേടണം. നാലാമതായി, പഠനം കഴിഞ്ഞ് അമേരിക്കയിൽ ജോലി ചെയ്യാൻ സഹായിക്കുന്ന OPT പോലെയുള്ള അവസരങ്ങളെ കുറിച്ചും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാഹചര്യമുണ്ട്. അമേരിക്കയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷകൾ സമയത്ത് സമർപ്പിക്കുകയും എല്ലാ രേഖകളും കൃത്യമായി തയ്യാറാക്കി വെക്കുകയും വേണം. ഇപ്പോൾ അമേരിക്കയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായി, നിങ്ങളുടെ I-20, I-94 പാസ്പോർട്ട്, വിസ എന്നിവയുടെ കാലാവധി കൃത്യമായി പരിശോധിക്കുക. രണ്ടാമതായി, പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ OPT പോലെയുള്ള തുടർ നടപടികളെ കുറിച്ച് സർവകലാശാലകളിലെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അഡ്വൈസറിനോട് സംസാരിക്കുക. മൂന്നാമതായി, അമേരിക്കയിലെ എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിക്കുക. ചെറിയ കാര്യങ്ങളാണെന്ന് കരുതി നിയമങ്ങൾ ലംഘിക്കാതിരിക്കുക. അടുത്തത്, ട്രാഫിക് നിയമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നിയമലംഘനങ്ങളും ശ്രദ്ധയോടെ പാലിക്കുന്നത് നിങ്ങളുടെ ഭാവിക്ക് സഹായകരമാണ്. അടുത്തത്, സർവകലാശാലകളിൽ നിന്നോ അമേരിക്കൻ ഇമിഗ്രേഷൻ അധികൃതരിൽ നിന്നോ ലഭിക്കുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ സ്ഥിരമായി പരിശോധിക്കുക. സോഷ്യൽ മീഡിയയിലൂടെയോ വാട്സപ്പ് സന്ദേശങ്ങളിലൂടെയോ വരുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ മാത്രം വിശ്വസിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അമേരിക്കയിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് മുന്നിലുണ്ട്. പക്ഷേ വിസ നിയമങ്ങളും പരിശോധനകളും കൂടുതൽ കർശനമാകുന്ന സാഹചര്യത്തിൽ ഓരോ വിദ്യാർത്ഥിയും കൂടുതൽ തയ്യാറെടുപ്പോടെ കൃത്യമായ രേഖയോടെയും മുന്നോട്ട് പോകേണ്ടതാണ്. അമേരിക്കയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ അമേരിക്കയിൽ പഠിക്കുന്നവരും ഏറ്റവും പുതിയ നിയമങ്ങളും വിസ അപ്ഡേറ്റുകളും കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിലൂടെ ഭാവിയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. അമേരിക്കൻ സ്റ്റുഡന്റ് വിസ, H-1B വിസ, OPT, അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങൾ എന്നിവയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.